കൂലിപ്പണിക്ക് പോകുന്ന ഒരു മക്കൾ പോലും ഇത്ര നികൃഷ്ടമായിട്ട് ഒരു തന്ത ഇങ്ങനെ ഇട്ടിരിക്കത്തില്ല. വിദ്യാഭ്യാസം കൂടി പോയി, മക്കൾക്ക് സമ്പത്തുണ്ടാക്കി കൊടുത്തു പോയി. അതാണ് ഇതിനകത്ത് ഇത്രയും വന്നത്. ഈ നൂറ്റാണ്ട് ഏതെങ്കിലും മക്കൾ ഇത്രയും പ്രായമുള്ള മനുഷ്യനെ കളഞ്ഞിട്ട് പോവുമോ? അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവർ. ഞാനൊരു വീഡിയോ കണ്ടു. പടച്ച റബ്ബ, വീഡിയോ കണ്ട് ഞാൻ ഷോക്കായി. പ്രായമുള്ള ഒരു പിതാവിനെ 2 ആൺമക്കൾ സ്വത്തൊക്കെ കൈക്കലാക്കിയിട്ട് ഉപേക്ഷിച്ചിട്ട് ആ കിടന്ന കിടപ്പിൽ തന്നെ ഭക്ഷണം കഴിക്കലും കാഷ്ടിക്കലും മൂത്രിക്കലും നരകയാതന. ഒരുപാട് വലിയ കാശുള്ള സമ്പന്നനായ മനുഷ്യൻ സ്വത്തൊക്കെ മക്കൾക്ക് എഴുതി കൊടുത്തിട്ട് അവസാനം ആകെ ഉണ്ടായിരുന്നത് ആ ഒരു വീടാണ്. ആ വീട് പറമ്പൊക്കെ വിറ്റിട്ട് 10-26 ലക്ഷം രൂപ ബാങ്കിലിട്ട് കുറച്ച് ഇതുകൊണ്ട് കുറച്ചൊരു വീടും പുരയിടൊക്കെ വാങ്ങി താമസിക്കുന്ന ഒരാൾക്ക് ആ 26 ലക്ഷത്തിൻ്റെ മാസം കിട്ടുന്ന 30,000 രൂപയുടെ ഇൻട്രസ്റ്റ് കൊണ്ട് ജീവിക്കുക, വീട്ടിലൊരു പണിക്കാരും ജീവിക്കുക. അതും മക്കൾ തട്ടിയെടുത്തിട്ട് ആ പാവം പിതാവിനെ വീട്ടിൽ ഉപേക്ഷിച്ചിട്ട് ഇപ്പം നോക്കാൻ ആളില്ല. കിടന്ന കിടപ്പിൽ കിടന്ന് മൂത്രമൊഴിക്കുക, കിടന്ന കിടപ്പിൽ കിടന്ന് അപ്പിടുക. പടച്ചോനെ, മക്കളുണ്ടാവണവരൊരു ദുരിതമാണിത്. മക്കളില്ലാത്തവർ അതിനു വേണ്ടി സങ്കടപ്പെടാം. ഈ വീഡിയോ നിങ്ങൾ കണ്ടോക്ക്. കൂലിപ്പണിക്ക് പോകുന്ന ഒരു മക്കൾ പോലും ഇത്ര നികൃഷ്ടമായിട്ട് ഒരു തന്ത ഇങ്ങനെ ഇട്ടിരിക്കത്തില്ല. വിദ്യാഭ്യാസം കൂടി പോയി, മക്കൾക്ക് സമ്പത്തുണ്ടാക്കി കൊടുത്തു പോയി. അതാണ് ഇതിനകത്ത് ഇത്രയും വന്നത്. കോടീശ്വരനായ മക്കളുടെ ഒരു അച്ഛന്റെ അവസ്ഥയാണ്. ഈ വീടും സ്വത്തും അടക്കം അവർ എഴുതി മേടിച്ചു. അവർക്ക് അച്ഛന്റെ പണം മാത്രം മതിയായിരുന്നു, അവർക്ക് അച്ഛനെ വേണ്ട. ഈ ചുറ്റും നിൽക്കുന്ന നാട്ടുകാരാണോ ഈ അച്ഛനെ നോക്കേണ്ടത്? ഒന്ന് ചിന്തിച്ചു നോക്കുക. ഈ 2 ആൺമക്കളുള്ള ഒരു അച്ഛനാണ് ഈ നിൽക്കുന്നത്. ഇദ്ദേഹത്തിനെ അങ്ങോട്ടങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അപ്പൊ അതിന്റെ ഫലം നിങ്ങൾ അനുഭവിക്കും. അവർക്ക് ഏതാണ്ടൊക്കെ എങ്ങനെയൊക്കെ പിടിപാടുണ്ടെന്ന് പറയുന്നത്. മൂത്ത മോൻ പറഞ്ഞെന്ന് അവരെ ചുറ്റും താമസിക്കുന്ന ഹൈ ക്ലാസ് ആളുകളാ. അപ്പൊ അച്ഛൻ ബഹളം വെച്ച് അവർക്ക് നാണക്കേടാ. ഇവിടെ താമസിക്കുന്നവരെല്ലാം സാധാരണക്കാരല്ലേ, ലോക്കൽ ആളുകളാ. അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ല എന്നുള്ള രീതിയിൽ അവർ സംസാരിച്ചു. അവർക്ക് ഇതെല്ലാം കൊടുത്തു. ഇപ്പൊ എനിക്കൊന്നുമില്ല, ഒരു നേരത്തെ ആഹാരം തരാൻ പോലും ഇല്ല. ആരും തരാനില്ല. പിന്നെ നിങ്ങളൊക്കെ തരുന്നതുകൊണ്ട് കഴിഞ്ഞു കൊടുക്കും. ഈ നൂറ്റാണ്ട് ഏതെങ്കിലും മക്കൾ ഇത്രയും പ്രായമുള്ള മനുഷ്യനെ കളഞ്ഞിട്ട് പോവുമോ? എന്തൊരു മക്കളാണ് നിങ്ങളെയൊക്കെ! മക്കളെന്ന് വിളിക്കാൻ പോലും നാണക്കേടാണ് കേട്ടോ. അച്ഛനെ വേണ്ട, പണം മാത്രം മതി. 85 വയസ്സുള്ള ഒരു അച്ഛന്റെ അവസ്ഥ ഉണ്ടോ? 2 മക്കളുണ്ട്. അതിൽ ഒരു മകൻ അധ്യാപകനാണ്, ഒരു മകൻ കോടീശ്വരനാണ്. 2 പേർക്കും അച്ഛന്റെ സ്വത്തുക്കൾ മതി, അച്ഛനെ വേണ്ട. അനാഥനായിട്ട് അച്ഛൻ ഇവിടെ ഇങ്ങനെ കിടക്കുവാണ്. ഈ നല്ലവരായ കുറെ മനുഷ്യരുണ്ടായോണ്ട് ആ മനുഷ്യൻ പട്ടിണിയില്ലാതെ കഴിഞ്ഞു പോകുന്നു. ഈ വീടും സ്വത്തും അടക്കം അവർ എഴുതി മേടിച്ചു. അവർക്ക് അച്ഛന്റെ പണം മാത്രം മതിയായിരുന്നു, അവർക്ക് അച്ഛനെ വേണ്ട. കണ്ടില്ലേ? ഒന്ന് നോക്കാൻ പോലും, കുളിച്ചിട്ട് തന്നെ മാസങ്ങളാവുന്ന ഈ മനുഷ്യൻ ഒന്ന് തിരിഞ്ഞു നോക്കാൻ എങ്ങനെ? സത്യം പറഞ്ഞ ഇവരൊക്കെ മക്കളാണോ? പണമൊക്കെ എന്തിനാ പുഴുങ്ങി തിന്നാനാണോ? ഈ നിമിഷം വരെ ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞു. അച്ഛൻ കുറച്ചിലാണ്. കുറച്ചില്ലെന്നല്ലെന്ന് അദ്ദേഹത്തിന്റെ അവസ്ഥ കണ്ടില്ലേ? ഒരു മൃഗത്തിനെ പോലും ഈ രീതി കാണാൻ പറ്റുമോ? അദ്ദേഹത്തിന്റെ അവസ്ഥ നോക്ക്. ഈ നിലവിളിയാണ് അദ്ദേഹം ഇവിടെ കിടന്ന്. രാത്രി എന്നില്ല പകലെന്നില്ലാതെ കിടന്ന് നിലവിളിക്കുക ഇവിടെ കിടന്ന്. ആരുണ്ട് കേൾക്കാനായിട്ട്? ഈ പാവങ്ങൾ ഇവർ കുറെ ആൾക്കാർ അദ്ദേഹത്തിന് ചായയോ അതേപോലെ ആഹാരം കൊടുക്കുന്നത് കൊണ്ട് അദ്ദേഹത്തെ ജീവൻ നിലനിന്നു. അല്ലെ എന്നേ ഇദ്ദേഹം കഥാവശേഷനായി പോയത്. നിലവിളിയാ, വിശക്കുന്നേന്നും പറഞ്ഞു. അപ്പൊ നമുക്ക് സഹിക്കുവോ? നമുക്ക് മാതാപിതാക്കളുള്ളതല്ലേ. അപ്പൊ അയലത്തുള്ളവരെല്ലാവരും ചേർന്ന് വെള്ളം കുടിക്കുക, ചായ കുടിക്കുക, ഊണ് കുടിക്കുക ഒക്കെ ചെയ്യുമ്പോൾ അത് തികയും. ഒരു രക്തബന്ധവും ഇല്ലാത്ത ഈ അയൽവാസികൾ കാണിക്കുന്ന സ്നേഹം പോലും ജന്മം കൊടുത്ത മക്കള് കാണിക്കാത്തത് എന്തൊരു മക്കളാണ് നിങ്ങൾ! സത്യം പറഞ്ഞാൽ ഇവരുടെ ആവശ്യം ഈ സ്വത്തുക്കളൊക്കെ തിരിച്ച് മേടിക്കണം കേട്ടോ. ഒരു കാരണവശാലും ഇവർ കൊടുക്കരുത്. കാരണം അത്രയ്ക്കാണ് ഈ മനുഷ്യനെ ദുരിതപ്പെടുന്നത്. അത്രയ്ക്ക് നാട്ടുകാർ സഹിയിട്ടാണ് ഞങ്ങളെ വിളിച്ചത്. ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ കൊല്ലം മൂന്നാംകുറ്റി 600 മൈൽ. ഇത് ബിന്ദുകൃഷ്ണ മണ്ഡലം കൂടിയാണ്. ബഹുമാനപ്പെട്ട ബിന്ദുകൃഷ്ണ ഇതിൽ ഇടപെട്ട് ഒരു അടിയന്തര നടപടി ഉണ്ടാകണം. കാരണം അത്രയ്ക്ക് ദുരിതമാണ്. ഒരു അച്ഛനോട് കാണിക്കുന്ന കൊടും ക്രൂരതയാണ്, ഒരു മക്കളും കാണിക്കാത്ത കൊടും ക്രൂരത. ആ അച്ഛൻ കരയുവാണ്. ഒരു വല്ലാത്ത സാഹചര്യം കണ്ടില്ലേ? പഠിപ്പിച്ച് വലുതാക്കി പൈസ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അച്ഛനെ വേണ്ട. ആ അച്ഛൻ നിന്ന് കുനിഞ്ഞ് കരയുവാണ്. അച്ഛൻ കരയുവാണ്. അച്ഛൻ വിഷമിക്കാതെ. ജന്മം നൽകിയ മക്കൾക്കോ വേണ്ട. അച്ഛൻ വിഷമിക്കാതെ കേട്ടോ. എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവും കേട്ടോ. അച്ഛൻ വിഷമിക്കാതെ. മൂത്തവന് കുടുംബമൊക്കെ ഇളയമന് കൊടുത്തോണ്ട് ഇത് മൂത്ത കൊടുത്ത് നല്ല രീതിയിൽ ജീവിച്ചോണ്ടിരുന്ന ആളാ.
പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ ഇതാ. ഇവിടെ നമുക്കൊരു 10-12 വർഷമായിട്ട് അറിയാം, ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നതാ. അപ്പൊ പുള്ളി എവിടെ പോയാലും ഓട്ടോറിക്ഷയിലേ പോകത്തുള്ളൂ. നല്ല വൃത്തിയായിട്ട് ഇൻസേർട്ടൊക്കെ ചെയ്ത് ജീവിച്ചുകൊണ്ടിരുന്ന ആളാ. വയ്യാതായപ്പോ ആർക്കും വേണ്ട. വയ്യാതായപ്പോഴല്ല, പുള്ളിയുടെ കയ്യിലെ പൈസ തീർന്നപ്പോ. അതിനു മുമ്പ് ഇവിടെ 2 മക്കളും വരുമായിരുന്നു. പാസ്ബുക്ക് ഒക്കെ എന്നെ എടുത്ത് കാണിച്ചു, ഒരുപാട് പൈസ ഉണ്ടായിരുന്നു അതിനകത്ത്. പക്ഷെ ഇപ്പൊ അക്കൗണ്ടിൽ പൈസയൊന്നുമില്ല, അതുകൊണ്ട് അവരാരും വരാറില്ല. കാരണം പറഞ്ഞ ഏകദേശം ഒരു 4-5 ദിവസം പുള്ളി ഇവിടെ നിന്ന് നോക്കി ഒറ്റയ്ക്ക്, മൂത്താള്. അതിനുശേഷം പുള്ളി അങ്ങ് പൊക്കളഞ്ഞു. പിന്നെ ഇവിടെ ഭക്ഷണം ഒരു ഹോട്ടലിൽ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഒരു നേരത്തെ ചോറ് ഇവിടെ കൊണ്ടുവരും. ആ ചോറ് മാത്രമാണ് അദ്ദേഹം കഴിക്കുന്നത്. പിന്നെ രാവിലത്തെയും വൈകിട്ടത്തേക്ക് അയലത്തുള്ള വീട്ടിലുള്ള ആൾക്കാർ കൊടുക്കും. ഈ ഉച്ച ഒരു നേരം മാത്രം പറ്റത്തില്ലല്ലോ ആഹാരം? പറ്റത്തില്ല. പക്ഷെ അവര് പറയുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞ ഉച്ചക്കത്തെ ചോറ് കൂടുതലുണ്ട്, അത് വൈകിട്ടും കഴിക്കാന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അദ്ദേഹത്തിന്റെ അവസ്ഥ ഇതാ. ഒരുപാട് സ്വത്തുള്ള അച്ഛനായിരുന്നു കേട്ടോ. കരുനാപ്പള്ളി പിന്നെ 99 ലക്ഷത്തിനാ വിറ്റത്. ഇവിടെ 26 ലക്ഷത്തിനെ മേടിച്ചുള്ളൂ. ബാക്കി എല്ലാം അക്കൗണ്ടിൽ കിടന്നത്. അത് 2 മക്കളും കൊച്ചുമക്കൾക്ക് പഠിക്കാനും മക്കളും എല്ലാം വീതിച്ചെടുത്ത് ഇപ്പൊ ഈ പരുവായി. ഇപ്പൊ അയലത്തുകാർ കൊടുക്കണം. മുതലില്ലാന്നെങ്കിൽ പറയാനും മുതലില്ലാഞ്ഞിട്ടാണ്. ഇത് മുതലുണ്ടായിരുന്നേ, ഇഷ്ടം പോലെ നമ്മളുള്ളൊരു മനുഷ്യനാ. ഈ മുതൽ ഇത്ര എഴുതി മേടിച്ചും കൊണ്ട് ഈ പ്രമാണം വരെ വെച്ചോണ്ടങ്ങ് പോയേക്കുക. ഈ അപ്പൂപ്പൻ ഇപ്പൊ ഒരു വകയില്ല കയ്യില്. ഇദ്ദേഹത്തിന് പോയി പെൻഷൻ കാശ് പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥയായി ഇപ്പോൾ. എന്തായാലും അവസാനം ഇവരെ ഗാന്ധി ഭവൻ ഏറ്റെടുത്തിട്ടോ. കൊല്ലം കരുനാഗപ്പള്ളിയിലാണ് രവീന്ദ്രനാഥ് എന്ന് പേരുള്ള ഈ മനുഷ്യൻക്ക് 85 വയസ്സുള്ള ഈ മനുഷ്യൻ. എന്തൊരു ദുരിതാലേ. എത്രയോ മനുഷ്യർ ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി ആഗ്രഹിക്കാം. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞൊരു വാക്കുണ്ട്, അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ. ചില സമ്പത്തുകളും ചില മക്കളും വെറും ദുനിയാവിൻ്റെ അലങ്കാരങ്ങൾ മാത്രമാണ്. ഇവർക്ക് 2 ആൺമക്കളുണ്ട്. ആ 2 ആൺമക്കളെ വളർത്തി വലുതാക്കി ഇയാൾ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിൽ എന്തൊക്കെ ജോലിയൊക്കെ ഉണ്ടായിട്ട് സമ്പത്തൊക്കെ ഉണ്ടാക്കിയിട്ട് മക്കൾക്ക് നന്നായിട്ട് പഠിപ്പിച്ച് മക്കൾക്ക് കൊടുത്ത് പിന്നെ ഇവർ തമ്മിൽ മത്സരമായി. ഇപ്പോൾ ഇവരെ ഗാന്ധി ഭവൻ ഏറ്റെടുക്കുമ്പോൾ തന്നെ മക്കൾ വന്ന് തടഞ്ഞിരുന്നു. അങ്ങനെ ഗാന്ധി ഭവൻ കൊണ്ടുപോയില്ല. പിന്നെ വീണ്ടും നോക്കാതെ. ഞങ്ങളൊക്കെ കൂടെ ഉണ്ട്. ടാറ്റ. കോടികളുണ്ടായിട്ടും മക്കള് തിരിഞ്ഞു നോക്കാത്ത അപ്പൂപ്പൻ ഇനി ഗാന്ധി ഭവന്റെ തണലിൽ കഴിയും. കരയൊന്നും വേണ്ട അപ്പൂപ്പ, കരയണ്ട. എന്തിനാ കരയുന്നേ? സന്തോഷ കണ്ണീരാ? അതെ. കരയല്ലേ അപ്പൂപ്പൻ, കരയല്ലേ? ഇനി അപ്പൂപ്പൻ പട്ടിണി കിടക്കത്തില്ല, നല്ല വസ്ത്രം ധരിക്കും, നല്ല ആഹാരം കഴിക്കും. ഇങ്ങനെയുള്ള മക്കളെ മുമ്പിൽ കിടക്കുന്നതിനേക്കായി നല്ലല്ലേ എവിടെങ്കിലും കൊണ്ടുപോയി നല്ലോണം കിടക്കുന്നത്. നമുക്കൊരു സന്തോഷം അത് കാണും. ഈ ലോകം മൊത്തം കണ്ടിട്ടും ഈ മക്കൾ തിരിഞ്ഞു നോക്കില്ല ഇതുവരെ. ഈ സമയം വരെ വന്നിട്ടില്ല. എന്തൊരു മക്കളായത്. അവന്മാർക്ക് മക്കളുണ്ടല്ലേ. ഇവന്മാരെന്ത് മനുഷ്യനാണ് ഇവന്മാരൊക്കെ. സന്തോഷമായില്ലയോ? അല്ല, ദൈവകൃപയാണ്. ഇപ്പൊ നിങ്ങളുടെ ഒരു നിങ്ങൾ ഒട്ടനവധി, നിങ്ങൾ എനിക്ക് വളരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരാളാണ്. അപ്പോ കരയൊന്നും വേണ്ട കേട്ടോ. നീ അപ്പൂപ്പ നല്ല ആരോഗ്യത്തോടെ കഴിയും അജീസ്. വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. ആള് കുട്ടപ്പനായില്ലയോ? സന്തോഷമായില്ലയോ? കൈ കൊടുക്കുക. വിദ്യാസമ്പന്നരായ കോടീശ്വരായ മക്കൾ ഉണ്ടായിട്ടും തിരിഞ്ഞു നോക്കാതെ കിടന്ന ഒരു അപ്പൂപ്പനായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും കേരള സമൂഹം ഒന്നാകെ ചർച്ച ചെയ്തൊരു വാർത്തയാണ് നമ്മുടെ കൊല്ലത്തെ രവീന്ദ്രനാഥ് എന്ന് പറഞ്ഞ 85 വയസ്സുള്ള ഈ അപ്പൂപ്പന്റെ വാർത്ത. ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടിയതായി അപ്പൂപ്പൻ. ഈ അയൽവാസികളായ നല്ല മനുഷ്യരാണ് ഈ അപ്പൂപ്പന് ആഹാരം കൊടുത്തുകൊണ്ടിരുന്നത്. സങ്കടകരമായ വാർത്തയായിരുന്നു. ഒരു മകൻ കോടീശ്വരനാണ്, ഒരു മകൻ അധ്യാപകനാണ്. തിരിഞ്ഞു നോക്കത്തില്ല ഈ അച്ഛനെ. അച്ഛന്റെ സ്വത്ത് മാത്രം മതിയായിരുന്നു മക്കൾക്ക്. ആ അച്ഛനെയാണ് ഇന്ന് ഒരു കൂട്ടം നല്ല മനുഷ്യർ വന്ന് ഏറ്റെടുക്കുന്നത്. ഗാന്ധി ഭവനിലേക്കാണ് പോകുന്നത്. ഒരുപാട് സന്തോഷം. അദ്ദേഹം കൊടുത്ത ഭൂമികൾ തിരികെ പിടിക്കണം. ഏറ്റവും ആവശ്യമെന്നാണ്. അതാർക്കും കൊടുക്കാനല്ല, ഏതെങ്കിലും പാവങ്ങൾക്ക് കൊടുത്തുകൊള്ളുക. ഓർമ്മ വേണം, എല്ലാവരും ഓർമ്മ വേണം. മക്കൾക്കെതിരെ എന്ത് നിയമ നടപടിയാണ് നമുക്ക് എടുക്കാൻ കഴിയുക എന്നുള്ളത് പരിശോധിച്ചിട്ട് അടിയന്തരമായിട്ട് നിയമ നടപടി എടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. വളരെ സന്തോഷം. ഗാന്ധി ഭവൻ സെക്രട്ടറി പുനലൂർ സോമരാജൻ സാറിന്റെ നിർദ്ദേശപ്രകാരമാണ് ഞാനിവിടെ വന്നത്. ഈ അച്ഛന്റെ സ്വത്തുക്കൾ തിരിച്ച് അച്ഛന്റെ പേർക്ക് തന്നെ എഴുതി കൊടുക്കാനുള്ള ഒരു നടപടിയിലേക്കാണ് പോകേണ്ടത്. മക്കളുടെ പേരെന്തോ പൂപ്പ? മൂത്ത മോന്റെ പേര് അനിൽകുമാർ, ഇളയ മോന്റെ പേര് അജിത് കുമാർ. 2 പേർക്ക് അപ്പൂപ്പനെ വേണ്ട. നമ്മൾ ആലോചിക്കുക, മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കേണ്ട, അവനവൻക്ക് വേണ്ടി ജീവിക്കുക. മക്കൾക്ക് വേണ്ടി ജീവിക്കാതെ അവനവന് വേണ്ടി ജീവിച്ചാൽ നമ്മൾ നന്നാവും. ഇത് എൻ്റെ മക്കളാക്കണം. എൻ്റെ ഈ മക്കൾ എന്താ തരിക? ഒന്നും തരാൻ പോണില്ല. മക്കൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരുന്ന കരുതിയിട്ട് ജീവിക്കാൻ കേട്ടോ. മക്കളുടെ കാര്യത്തിൽ നമ്മൾ അമിത പ്രതീക്ഷ വേണ്ട. മക്കൾക്ക് നമ്മൾ കൊടുക്കാനുള്ള നല്ല കൾച്ചർ കൊടുക്കുക, നല്ല സ്വഭാവങ്ങൾ കൊടുക്കുക, നന്നായിട്ട് വളർത്തിക്കൊണ്ടുവരിക. അതിനപ്പുറം മക്കളിൽ നമ്മൾ പ്രതീക്ഷ, നമ്മൾ നല്ലപോലെ ലൈഫിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ നമുക്ക് നല്ല ഓർമ്മകൾ മക്കളിൽ നിന്ന് പ്രതീക്ഷിക്കണം. പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽ ഈ കാഴ്ച കുറവാണ്. മറ്റു മതങ്ങളിലാണ് ഇങ്ങനെ കിട്ടിയ സ്വത്തൊക്കെ വിഹിതം വെച്ചിട്ടെടുത്ത് പോവുക. പിന്നെ നിങ്ങളുടെ കയ്യിൽ സ്വത്തുണ്ടോ, മക്കൾക്ക് നിങ്ങൾ മരിച്ചതിന് ശേഷം മാത്രമേ കൊടുക്കാവൂ. അല്ലെങ്കിൽ ഇട്ട് കളിച്ചിടും. ഇതൊക്കെ ആണുങ്ങൾ കല്യാണം കഴിച്ചുള്ള ഭാര്യമാരൊക്കെ സ്വഭാവം കൊണ്ട് മാറും. നന്നാവട്ടെ, പ്രാർത്ഥിക്കാം. ഞാനിന്ന് ചോദിക്കുന്നൊരു ചോദ്യം, ഈ ഫോട്ടോയുള്ള വ്യക്തിയെ നിങ്ങൾ കണ്ടോ? ഈ വ്യക്തി കഴിഞ്ഞ ഹജ്ജിൻ്റെ സീസണിലാണ് ഇദ്ദേഹത്തെ നമ്മൾ കേട്ടത്.
അതായത് ഇദ്ദേഹം ഫ്ലൈറ്റിൽ ഹജ്ജിന് പോകാൻ വേണ്ടി വരികയാണ്. എയർപോർട്ടിൽ വന്നു കഴിഞ്ഞ സമയത്ത് ഫ്ലൈറ്റിൻ്റെ സമയം കഴിഞ്ഞു, ഫ്ലൈറ്റ് എടുത്ത് പോവാൻ ഈ മനുഷ്യൻ മനമുരുകി പടച്ചു, പടച്ചോനെ അത് എന്നെ കൊണ്ടുപോകണേന്ന് പടച്ചോൻ്റെ കഥ. ആ ഫ്ലൈറ്റിന് എന്തോ കംപ്ലൈൻറ്റ്, തിരിച്ചിറക്കുന്നു. പല തവണ നോക്കിയിട്ടും ഫ്ലൈറ്റ് പോകണില്ല. അവസാനം പൈലറ്റ് പറഞ്ഞു ആരെങ്കിലും കയറാൻ ബാക്കിയുണ്ടോ? ഒരാൾ ബാക്കിയുണ്ട്. ഹജ്ജിന് പോകുന്ന ഒരു മനുഷ്യനായിരുന്നു, ടൈം കഴിഞ്ഞതുകൊണ്ട് കയറ്റിയില്ല, ബോർഡിംഗ് പാസ്സൊക്കെ കൊടുത്ത ആളായിരുന്നു. അയാളും കൂടി കയറ്റി. അയാളെ കയറ്റിയതിന് ശേഷമാണ് ആ വിമാനത്തിന് പറക്കാൻ കഴിഞ്ഞത്. ഇത് കഴിഞ്ഞ വർഷം വളരെ വൈറലായൊരു മനുഷ്യനാണ്. ഏത് രാജ്യക്കാരനാണ് ഇയാൾ എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ അത്? ഈ മനുഷ്യനെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ഞാൻ 3 രാജ്യങ്ങൾ പറയാം, അതിൽ ഏത് രാജ്യക്കാരനാണ് നിങ്ങൾ പറഞ്ഞാൽ മതി. ഒന്ന് ഇയാൾ ഇറാഖുകാരനാണ്, ലിബിയക്കാരനാണ്, മറ്റൊന്ന് ഇന്ത്യക്കാരനാണ്. ഇറാഖ്, ലിബിയ, ഇന്ത്യ. ഇതിലേതാണ് ശരി ഉത്തരം എന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.